പണ്ടുണ്ടല്ലോ, പണ്ടെന്ന് വെച്ചാൽ പണ്ട് ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ ടി വിയിലും വീഡിയോയിലൊക്കെ ഈ മഞ്ഞ് മൂടിയ സ്ഥലങ്ങൾ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഇവിടെയുള്ള ആൾക്കാരുടെ ഒക്കെ ഒരു ഭാഗ്യേ, ഈ മഞ്ഞ് എന്നും കാണാം, ആസ്വദിക്കാം എന്നൊക്കെ. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ അങ്ങനെ ഒരു മഞ്ഞുള്ള സ്ഥലത്തേക്ക് പോകണമെന്നോ ഈ മഞ്ഞൊക്കെ ആസ്വദിക്കണം എന്നൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ കാലം നമ്മളെ ഇവിടെ കൊണ്ട് നിർത്തി. അതൊക്കെ പോട്ടെ. UK, യൂറോപ്പ്, കാനഡ തുടങ്ങിയ ഒരുവിധപ്പെട്ട സ്ഥലങ്ങളിലെ എല്ലാ മലയാളികളുടെയും വീഡിയോസിൻ്റെയും സ്റ്റാറ്റസിൻ്റെ ഒക്കെ അവസ്ഥ ഈ സ്നോ തന്നെയാണെന്ന് എനിക്കറിയാം. ഞാനും എൻ്റെ എക്സ്പീരിയൻസ് ഇവിടെ പറഞ്ഞോട്ടെന്നേ. സംഭവം UK വന്നിട്ട് ഇതെൻ്റെ ആദ്യത്തെ സ്നോയൊന്നല്ല കേട്ടോ. പക്ഷേ ഈ സ്നോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതെൻ്റെ ആദ്യത്തെ സ്നോ ഡ്രൈവാണ്. എനിക്ക് ലൈസൻസ് കിട്ടിയതിന് ശേഷം ആദ്യമായിട്ടാണ് UK ഒരു സ്നോ വരുന്നതും ഞാനിവിടെ വണ്ടി ഓടിക്കുന്നതും. കാര്യം, സ്നോ ഡ്രൈവിനെ കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ ക്ലാസ്സൊക്കെ ഇവിടുത്തെ സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, നോർമലായിട്ട് വണ്ടി ഓടിക്കുന്ന സ്പീഡിനേക്കാളും കുറച്ചും കൂടെ പതുക്കെ വണ്ടി ഓടിക്കണം, സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം, സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്, നോക്കി വണ്ടി ഓടിച്ചാൽ പോരെ, ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ എന്നൊക്കെ ഞാൻ അപ്പം ചിന്തിച്ചായിരുന്നു. പക്ഷേ വണ്ടിയും കൊണ്ട് ഞാൻ റോട്ടിലിറങ്ങിയപ്പോഴാണ് എനിക്ക് 8ൻ്റെ പണി കിട്ടിയെന്ന് മനസ്സിലായത്. എൻ്റെ ഈ വീഡിയോയിൽ വണ്ടി പോകുന്ന സ്പീഡൊന്നും കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ, ഈ വണ്ടികളൊക്കെ ചീറിപ്പാഞ്ഞ് പോവുകയാണെന്ന്. അത് ഞാൻ വീഡിയോ സ്പീഡിലിട്ടതാണ്. 30 പോകേണ്ട റോട്ടിൽ നമുക്ക് പോകാൻ പറ്റിയത് ഒരു 5, 6 ഞാൻ വണ്ടി ഓടിക്കുകയാണോ അതോ വഞ്ചി തുഴയാണോ എന്ന് പോലും എനിക്ക് സംശയം തോന്നിയിട്ടോ. കഴിഞ്ഞ സ്നോ ഞാൻ നടന്നിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇതിനും ഭേദം നടന്നു പോവുക തന്നെയായിരുന്നു എന്ന് പോലും ഒരു നിമിഷത്തേക്ക് ഞാൻ ചിന്തിച്ചു പോയി. നമ്മുടെ മുമ്പിലുള്ള ഈ വണ്ടി അവർക്ക് മുൻപോട്ട് പോകാൻ പറ്റാതെ ഹസാർഡ് ലൈറ്റ് ഇട്ട് നിർത്തി കിടക്കുന്നത് കണ്ട് റോട്ടിൽ കൂടെ പോകുന്ന ഒരു മനുഷ്യൻ വന്ന് അവരെ തള്ളി സഹായിക്കുന്ന രംഗാട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിക്കായിരുന്നേ, ആ വണ്ടി അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്, എന്നിട്ട് പോലും അത് നിന്നുപോയി. എൻ്റെ ഈ തീപ്പെട്ടിക്കൂട് പോലുള്ള ശകടം എങ്ങനെ ഇതൊക്കെ താണ്ടി മുൻപോട്ട് പോകുന്ന ആലോചിച്ചിട്ട് ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു കേട്ടോ. പക്ഷെ പുള്ളി എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. എൻ്റെ ചിന്തകളെയും ടെൻഷനെയും ഒക്കെ തോൽപ്പിച്ചുകൊണ്ട് പുള്ളി ഇങ്ങനെ പതുക്കെ മുൻപോട്ട് പോയിട്ടോ. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താ, അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാന്ന്. ഞാൻ ചുമ്മാ ഒരു അതിശയോക്തിക്ക് അങ്ങനെ പറഞ്ഞെന്ന് മാത്രം കേട്ടോ. വണ്ടിയുടെ വലുപ്പത്തിലൊന്നല്ല കാര്യം, അതിൽ കിടക്കുന്ന ടയറിൻ്റെ ഗ്രിപ്പ് പോലെ ഇരിക്കും നമ്മുടെ വണ്ടി അങ്ങനെ മുൻപോട്ട് പോകുന്നു എന്നുള്ളത്. സ്നോയിലെ അത്യാവശ്യം ഗ്രിപ്പുള്ള ടയർ വേണം നമ്മൾ വണ്ടിക്ക് ഇടാനായിട്ട്, അല്ലെങ്കിൽ വണ്ടി ഓടിക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. കാര്യം ഇത്ര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുമെങ്കിലും ഈ സ്നോ കുട്ടനെ നമ്മൾ കാണുന്നതുണ്ടല്ലോ, അതിപ്പോൾ 5 വർഷമായി ഞാനും 15 വർഷമായി ഇവിടുത്തെ സീനിയർ സിറ്റിസൺസും ഒരുപോലെ തന്നെ. ആദ്യമായിട്ട് കളിപ്പാട്ടം കാണുന്ന ഒരു കുട്ടിയുടെ എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് നമ്മൾ ഈ സ്നോനെ കാണുന്നത് കേട്ടോ. അങ്ങനെ കാടും മലയൊക്കെ താണ്ടി നമ്മളിതാ എത്തി മക്കളെ. ഇച്ചിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഓക്കെ ആയി. അപ്പം അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ദിസ് ഈസ് ജിജി, ലവ് ഫ്രം മീ ടു യു. ബൈ ബൈ, ടേക്ക് കെയർ.